പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര പോര് മുറുകുകയാണ്. പാക് പൌരന്മാർക്കുള്ള വിസ സേവനം ഇന്ത്യ നിർത്തി. മെഡിക്കൽ വിസ കാലാവധി 5 ദിവസത്തിനുള്ളിൽ അസാധുവാകും. പാക് പൌരന്മാർ 72 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനും നിർദ്ദേശം നൽകി. ഇന്ത്യക്കെതിരെ നടപടികളുമായി പാകിസ്ഥാനും രംഗത്തെത്തി. ഷിംല കരാർ മരവിപ്പിച്ചു. 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്കാർ പാകിസ്ഥാൻ വിടാനും നിർദ്ദേശം. അതിർത്തി മുറിച്ചുകടന്ന BSF ജവാനെ അതിനിടെ പാകിസ്ഥാൻ സൈന്യം കസ്റ്റഡിയിലെടുത്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. സാഹചര്യങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം പുരോഗമിക്കുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്നും, ഒപ്പം ബൽറാം നെടുങ്ങാടി പഹൽഗാമിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. അതോടൊപ്പം വിനീതയും ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ആദ്യം ബൽറാമിലേക്ക്. ബൽറാം, നിലവിലെ സ്ഥിതിഗതികൾ എന്താണ്? അവിടെ വലിയ കനത്ത സുരക്ഷയിലാണ് നിലവിൽ പഹൽഗാമും പരിസര പ്രദേശങ്ങളും ഉള്ളത്. ഈ ഭീകരർ ഒളിച്ചിരിക്കുന്ന സ്ഥലം അത് എവിടെയെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ രാത്രിയിലും നടക്കുമോ? ആ രീതിയിലുള്ള പരിശോധന ഏത് വിധമാകും ഉണ്ടാവുക? പ്രജിൻ, ഇപ്പോഴും ഈ പഹൽഗാം താഴ്വര പൂർണ്ണമായും സൈന്യത്തിന്റെ സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലാണ്. ഈ ബൈസരൻ വാലി പ്രദേശം വളഞ്ഞിരിക്കുകയാണ് സൈന്യം. 100ഓളം സൈനികർ, അത് ജമ്മു കശ്മീർ പോലീസ്, ഒപ്പം തന്നെ CRPF ഉദ്യോഗസ്ഥർ ഈ ബൈസരനിലെ ആക്രമണം നടന്ന പ്രദേശത്ത് മാത്രം വിന്യസിച്ചിട്ടുണ്ട്. ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുന്നു. ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും മറ്റ് അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഭീകരരുടെ ഒളിത്താവളം എവിടെയെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ വനമേഖലയിൽ നിന്നും ഭീകരർ വിട്ടുപോയിട്ടില്ല എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ജമ്മു കശ്മീർ പോലീസ് ഉള്ളത്. അതേസമയം ഈ ഭീകരാക്രമണം നടന്ന പ്രദേശത്ത് പരിശോധനകളും തുടരുകയാണ്. ഇന്ന് ജമ്മു കശ്മീർ പോലീസ് ADGP, ഒപ്പം തന്നെ CRPF DIG, കൂടാതെ ഈ IB-യുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം എന്നിവർ ഈ പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു. സമാന്തരമായി തന്നെ ഈ തെരച്ചിലും പുരോഗമിക്കുകയാണ്. ഇപ്പോഴും വിവിധ ഏജൻസികൾ സ്ഥലത്തെത്തി പരിശോധന തുടരുന്നു. മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഈ പ്രദേശത്ത് നിരോധനം അല്ലെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ആക്രമണം നടന്ന സ്ഥലത്ത്. അതേസമയം ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളും ഉന്നതതല യോഗങ്ങളും സജീവമായി പുരോഗമിക്കുകയാണ്. ഇന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. സൈനികരും ഒപ്പം തന്നെ രഹസ്യാന്വേഷണ ഏജൻസിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രജിൻ, ഇപ്പോഴും തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് ജമ്മു കശ്മീരിൽ ഭീകരർക്ക് വേണ്ടി. ബൽറാം നെടുങ്ങാടിയാണ് പഹൽഗാമിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ ഡൽഹിയിൽ നടക്കുന്ന ഈ സർവകക്ഷി യോഗം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ നയതന്ത്ര യുദ്ധം അതിപ്പോൾ ഏത് രീതിയിലാണ്? അതായത് അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ ഇപ്പോൾ പാകിസ്ഥാൻ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാനിലുള്ള ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ വാഗ അതിർത്തി അടയ്ക്കുന്നു, വ്യോമപാത അടയ്ക്കുന്നു, അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകുന്നു, എത്രയും പെട്ടെന്ന് തന്നെ രാജ്യം വിട്ടു പോകണമെന്നുള്ള നിർദ്ദേശം നൽകുന്നു. ഇന്ത്യ അടിച്ചാൽ തിരിച്ചടിക്കും എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ വരുന്നു? നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ശ്രീനാഥ്? പ്രജിൻ, നമുക്കറിയാം, ഇന്നലെ ഇന്ത്യ ഒരു യോഗം ചേരുകയും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുകയും ചില നിർദ്ദേശങ്ങൾ ഇന്ത്യ മുന്നോട്ട് വെച്ചു. അത് പാകിസ്ഥാനെ നയതന്ത്ര തലത്തിൽ കുരുക്കുന്ന തരത്തിൽ, വരിഞ്ഞു മുറുക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു തീരുമാനം വന്നത്. ഏതായാലും പാകിസ്ഥാനും ഏതാണ്ട് സമാനമായ രീതിയിൽ ഒരു യോഗം ചേർന്നു. അവരുടെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നതിന് ശേഷം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് അവർ ഒട്ടും പുറകോട്ട് പോകാൻ ഇപ്പോഴും ഈ ഘട്ടത്തിലും എന്തെങ്കിലും തെറ്റുപറ്റിയെങ്കിൽ അത് സമ്മതിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അവരുടെ ഭാഗത്ത് നിന്നില്ല. മാത്രമല്ല, ഇന്ന് രാവിലെ ഉപപ്രധാനമന്ത്രിയുടെയൊക്കെ വാക്കുകൾ നിന്ന് കേട്ടതുപോലെ ഒരു പ്രകോപനത്തിന് തന്നെയാണ് പാകിസ്ഥാൻ നീങ്ങുന്നത്. ഈ വാർത്താക്കുറിപ്പിൽ പോലും കശ്മീരിന്റെ സ്വയം നിർണയ അവകാശത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് കശ്മീർ ഞങ്ങളുടേതാണ് എന്നൊരു പ്രസ്താവനയിലൂടെയാണ് ഈ വാർത്താക്കുറിപ്പ് തുടങ്ങുന്നത് പോലും. പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ വാഗ അതിർത്തി അടയ്ക്കുന്ന അടക്കം ഇന്ത്യൻ പൗരന്മാർക്ക് ഇനി പാകിസ്ഥാനിൽ ഇടമില്ല, 48 മണിക്കൂറിനകം അവർ തിരികെ പോകണം എന്ന് പറയുന്നു. ഒപ്പം സേനാ വിഭാഗങ്ങളുടെ അറ്റാഷേമാരെ, അവിടെ ഉപദേശകരെ ഇനിയിപ്പോൾ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ പാകിസ്ഥാനിൽ ഉണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഈ തീരുമാനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാനെതിരെ എടുത്തതാണ്. അതേപടി തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുടെ നീക്കത്തോട് പ്രതികരിക്കുന്നു എന്നതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ വ്യോമപാത ഇന്ത്യൻ എയർലൈനുകൾക്ക് ഇനി നൽകില്ല എന്നൊരു തീരുമാനം കൂടി ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, സൗദിയിൽ നിന്ന് പെട്ടെന്ന് സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങിയപ്പോൾ ആ ഘട്ടത്തിൽ സൗദിയിൽ നിന്നുള്ള യാത്രയിൽ പാകിസ്ഥാന്റെ വ്യോമപാത നരേന്ദ്രമോദി ഒഴിവാക്കിയിരുന്നു. അറബിക്കടൽ വഴി ഗുജറാത്തിലൂടെയാണ് പിന്നീട് ദില്ലിയിലേക്ക്
ഡൽഹിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വിമാനം യാത്ര ചെയ്തത്. ഏതായാലും ഇന്ത്യൻ എയർലൈനുകൾക്കും ഇനി പാകിസ്ഥാൻ്റെ വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി ലഭിക്കുകയുമില്ല. ഒപ്പം തന്നെ നദീജലവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായി നദീജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് 1960 രൂപീകരിച്ച കരാറിൽ നിന്ന് ഇന്ത്യ ഏതായാലും പുറകോട്ട് പോയി ഇന്നലെ പ്രഖ്യാപിച്ചതാണ്. പക്ഷെ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ പോവുകയാണെങ്കിൽ ഏത് വിധേനയും തടയുമെന്നും ഇതൊരു യുദ്ധമായി കാണുന്നു എന്നുമാണ് ഈ വാർത്താക്കുറിപ്പിൽ പാകിസ്ഥാൻ നിലപാട് പറയുന്നത്. അതുകൊണ്ട് ആ തീരുമാനത്തെ ചെറുക്കാനുള്ള നടപടികൾ ഏതായാലും ഞങ്ങൾ എടുക്കും എന്ന് അവർ പറയുന്നുണ്ട്. ഒപ്പം ഈ വഖഫ് ബില്ലിനെ കുറിച്ച് പോലും ഒരു പരാമർശം ഇതിലുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. വഖഫ് ബില്ല് മൈനോറിറ്റികളെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നതാണ് എന്നും പറയുന്നു. മൊത്തത്തിൽ ഇപ്പോഴുയർന്ന ആരോപണങ്ങളൊക്കെ പൂർണ്ണമായി പാകിസ്ഥാൻ തള്ളുകയാണ്. ഞങ്ങൾക്ക് ഒരു പങ്കും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നവർ പറയുന്നു. മാത്രമല്ല ഇന്ത്യൻ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ വേണ്ടി ഒരു കെട്ടുകഥ മെനയുന്നു എന്ന തരത്തിലാണ് പാകിസ്ഥാന്റെ പ്രതികരണം ഇപ്പോൾ വന്നത്. ഏതായാലും ഇരു രാജ്യങ്ങളും അവരുടെ സൈനിക ശക്തി ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഇന്നോ നാളെയോ മിസൈൽ പരീക്ഷണം നടത്തുമെന്ന് പാകിസ്ഥാന്റെ നേവി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് തന്നെ ഇന്ത്യ ഒരു മറുപടി എന്നോണം INS സൂറത്തിൽ നിന്ന് ഒരു പ്രത്യേക മിസൈലിന്റെ പരീക്ഷണം അറബിക്കടലിൽ നടത്തി. ശത്രുവിനെ പിന്തുടർന്നു പോയി അത് നശിപ്പിക്കാൻ കഴിയുന്ന ശേഷിയുള്ള മിസൈലാണ് ഇന്ന് INS സൂറത്തിൽ നിന്ന് ഇന്ത്യൻ നാവികസേന പരീക്ഷിച്ച് അത് വിജയിച്ചത്. അതുകൊണ്ട് സൈനിക ശക്തി കൂടി ഇരു രാജ്യങ്ങളും പ്രദർശിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് ഈ ഒരു ശീതയുദ്ധം പോവുകയാണ്. യെസ്, ശ്രീനാഥ് ചന്ദ്രനാണ് ഡൽഹിയിൽ വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ നയതന്ത്ര യുദ്ധം കടുപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു യുദ്ധസമാനമായ സാഹചര്യമുണ്ടോ എന്ന ഇതിലുള്ള സൂചനകളും സംശയങ്ങളും ഒക്കെ ബലപ്പെടുകയാണ്. ആ രീതിയിൽ ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.